നമുക്കപ്പോൾ അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ആദ്യം പഠിക്കാൻ പോവുക എന്താണ് സീരിയൽ മോണിറ്റർ ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ്. ഇതൊക്കെയായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുക. ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് വേരിയബിൾ എന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ സീരിയൽ മോണിറ്റർ എന്താണ്, അതെങ്ങനെ ഉപയോഗിക്കുക, ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ആൻഡ് കുറച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ യൂസിങ് വേരിയബിൾസ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് നമുക്ക് ആർഡിനോയുടെ ബേസിക് ഞാൻ പറഞ്ഞു കമ്പൽസറി ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് സീരിയൽ മോണിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് സീരിയൽ മോണിറ്റർ. ഓക്കെ, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ മാഗ്നിഫയർ സിമ്പിൾ കണ്ടില്ലേ കണ്ണാടിയുടെ, ഇതാണ് സീരിയൽ മോണിറ്റർ. അപ്പോൾ ഇതുമ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ബോർഡ് അറ്റ് COM6 ഈസ് നോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തത് COM6 എന്ന് പറഞ്ഞ പോർട്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ ബോർഡ് കണക്റ്റഡ് അല്ല, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആർഡിനോ ബോർഡ് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, കണക്ട് ചെയ്തു. നിങ്ങൾക്കിവിടെ ടൂൾസിൽ കാണാം, ഇവിടെ ഇപ്പോൾ ഓൾറെഡി കണക്റ്റഡ് ആണ്. ഇനി സീരിയൽ മോണിറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സീരിയൽ മോണിറ്റർ ഓപ്പൺ ആയി. പക്ഷേ ഇതിലൊന്നും കാണിക്കുന്നില്ല, കാരണം ഞാൻ ഒന്നും കാണിക്കാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഇനി ഇവിടെ എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യണം. അപ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യാൻ ഞാൻ സീരിയൽ ഡോട്ട് ബിഗിൻ എന്നിട്ട് അതിൻ്റെ അകത്ത് ആ സ്പീഡ്, അതായത് അതിൻ്റെ ബോർഡ് റേറ്റ്, എന്ത് സ്പീഡിലാണ് കമ്മ്യൂണിക്കേഷൻ വേണ്ടതെന്നുള്ളത് കൊടുക്കണം. അപ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്പീഡ് ഉണ്ട്, അത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. 9600 എന്ന് പറഞ്ഞുള്ള വാല്യൂ ആണ് ഞാൻ കൊടുക്കുന്നത്. സെമിക്കോളൻ. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ. അത് കഴിഞ്ഞിട്ട് എനിക്ക് സീരിയൽ മോണിറ്ററിൽ എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്ത് വരണം. അപ്പോൾ പ്രിൻറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ സീരിയൽ ഡോട്ട് പ്രിൻറ്റ് എന്നിട്ട് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് എനിക്ക് എന്താണ് പ്രിൻറ്റ് ചെയ്ത് വരുന്നത് അത് അങ്ങനെ തന്നെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഹലോ. ഓക്കെ, ഹലോ വേൾഡ് എന്ന് ഞാൻ കൊടുത്തേക്കാണ്. ഇനി ഞാൻ ഈ കോഡ് ആർഡിനോ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലേ അത് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒന്നും വരുന്നില്ല. എന്തുകൊണ്ടാണ്? ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടുത്തെ ഒരു സ്പീഡ് കണ്ടോ? ഓക്കെ, ഈ 9600 അത് എനിക്ക് തോന്നിയ വാല്യൂ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ കുറച്ച് ഇവിടെ താഴേക്ക് നോക്കിയാൽ ബോർഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് നിങ്ങൾക്ക് കാണാം. ഇതിലേതിലൊന്നേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഇവിടെ കൊടുത്തേക്കുന്ന സെയിം വാല്യൂ ആയിരിക്കണം ഞാൻ കോഡിലും കൊടുത്തിട്ടുണ്ടാവേണ്ടത്. ഇവിടെ പക്ഷേ ഞാൻ കൊടുത്തേക്കുന്നത് 115200 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പക്ഷേ ഞാൻ കൊടുത്തേക്കുന്നത് 9600. അപ്പോൾ അത് രണ്ട് സെയിം ആയിരിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ മാറ്റിയിട്ട് 9600 മാറ്റാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഹലോ വേൾഡ്. ഞാൻ ഇവിടെ എന്താ കൊടുത്തത് അത് അങ്ങനെ തന്നെ വന്നു. മനസ്സിലായോ? ഇതാണ് സീരിയൽ മോണിറ്റർ. ഇനി നമുക്ക് കുറച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നോക്കാം. വേരിയബിൾസും സീരിയൽ മോണിറ്ററൊക്കെ വെച്ച് അങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് തൽക്കാലം ഇങ്ങനെ തന്നെ എടുക്കട്ടെ. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ വാല്യൂ കൊടുക്കാം. ഇപ്പോൾ ഇൻറ്റ്, അപ്പോൾ ഇൻറ്റിജർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരിയബിളാണ്. അത് എക്സ് വേരിയബിളിൻ്റെ പേര് എനിക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാനിട്ട് 10 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ദെൻ സെമിക്കോളൻ ആൻഡ് ഇൻറ്റ് വൈ ഈക്വൽ 3 എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എക്സിൽ 10ഉം വൈയിൽ 3ഉം. എന്നിട്ട് ഇതിൻ്റെ സം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ, അത് ഇൻറ്റ് സം, എനിക്കിഷ്ടമുള്ള പേര് കൊടുക്കാം. വേണമെങ്കിൽ ഇസഡ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇത് ഞാൻ വാല്യൂ കൊടുക്കുന്നില്ല, വാല്യൂ എനിക്ക് x+y ആണ് ചെയ്യേണ്ടത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാം, സം ഈക്വൽ 0 എന്ന് പറഞ്ഞു കൊടുക്കാം. ബിക്കോസ് ചിലപ്പോൾ ചില ഗാർബേജ് വാല്യൂസ് ഉണ്ടാവാം ഇതിൻ്റെ അകത്ത്. നമ്മൾ ഡിക്ലെയർ ചെയ്ത എന്തെങ്കിലും ഇനിഷ്യലൈസ് ചെയ്ത എന്തെങ്കിലും വാല്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് 0 ആക്കി കളയാൻ വേണ്ടിയിട്ടാണ് 0 കൊടുക്കുന്നത്. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇൻ്റെ സം ഈക്വൽ 0. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിവിടെ ചെന്നിട്ട് സം ഈക്വൽ, സം എന്ന് പറയുന്നത് എന്താണ്, x+y അല്ലേ, x+y. ഓക്കെ, സെമിക്കോളൻ. ഇപ്പോൾ സമ്മിൽ എന്താണ് x+y ചെയ്യുമ്പോഴുള്ള വാല്യൂ, x എന്താ 10, y എന്താ 3. ഓക്കെ, എന്നിട്ട് സീരിയൽ ഡോട്ട് പ്രിൻറ്റ്. ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്യണം, സമ്മ് നമുക്ക് പ്രിൻറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ സമ്മ് കൊടുക്കുക. അപ്പോൾ സമ്മിലുള്ള വാല്യൂ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരും. ഓക്കെ, നമുക്ക് നോക്കാം. ഈ കോഡ് അപ്ലോഡ് ചെയ്യാം. കോഡ് അപ്ലോഡായി. നമുക്ക് സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്യാം. ഇവിടെ പോയി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഹലോ വേൾഡ്
13. ഓക്കെ, അപ്പോൾ ഹലോ വേൾഡ് 13 നമുക്ക് കിട്ടേണ്ട ആൻസർ. അപ്പോൾ ഹലോ വേൾഡ് 13 ഒരുമിച്ച് വന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്ത് തൊട്ട് പിന്നാലെ സം കൂടി പ്രിൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ അതാണ് ഒരുമിച്ച് വന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ലൈനിൽ പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലൈനിലാണ് സം പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, അതായത് നെക്സ്റ്റ് എന്ന ഒരു പുതിയ ലൈനിൽ വേണം ഇനി സം പ്രിൻറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഹലോ വേൾഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ലൈനിലേക്ക് പോകാൻ പറയണം. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് LN, ന്യൂ ലൈൻ ഓർ നെക്സ്റ്റ് ലൈൻ. അപ്പോൾ LN അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് പോകും. അവിടേക്ക് എന്ത് ചെയ്യുക, സം പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇത് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഇനി സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കാം, ഹലോ വേൾഡ് 13 എവിടേക്ക് പോയി, നെക്സ്റ്റ് ലൈനിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് 13 ആണ് x + y ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ സം ഈക്വൽ x + y, x എന്ന് പറയുന്നത് 10, y എന്ന് പറയുന്നത് 3, 13. ഇനി നമുക്ക് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് നോക്കാം, അതായത് ഡെസിമൽ നമ്പേഴ്സ്, പോയിൻറ്റ് വരുന്ന നമ്പേഴ്സ്. അപ്പോൾ 10.5, ഓക്കെ, ആൻഡ് 3.5. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ വരുമെന്ന് നോക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇത് പക്ഷേ ഇൻറ്റീജർ വേരിയബിളായിട്ട്, ഇൻറ്റീജർ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 10.5 ഒന്നും എടുക്കില്ല, 10 മാത്രമേ എടുക്കുള്ളൂ, പോയിൻറ്റ് വന്നിട്ടുള്ളതൊന്നും എടുക്കില്ല. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും, ഇത് ഇൻറ്റീജർ ആയിട്ട് എടുക്കുള്ളൂ. അപ്പോൾ 3 + 10 ആ ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. നമുക്കിത് അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് ആക്കണം. അപ്പോൾ ഫ്ലോട്ട് പോയിൻ്റ് ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. 10.5 + 3.5, അപ്പോൾ നമുക്ക് 14 ആണ് കിട്ടേണ്ടത്. പക്ഷെ നമുക്കിവിടെ കിട്ടിയ ആൻസർ 13 ആണ്. എന്തുകൊണ്ടാണ്, എക്സിലും വൈയിലും നമുക്ക് 10ഉം 3ഉം ആയിരിക്കും ആൻസർ കയറിയിട്ടുണ്ടാവുക. 10.5 3.5 ഒന്നും ആയിരിക്കില്ല. ഇനി ഇതെന്ത് ചെയ്യുക, ഫ്ലോട്ട് എന്നാക്കാം, FLOAT. ഓക്കെ, ഇതും ഫ്ലോട്ടാക്കാം. ഇത് ആഡ് ചെയ്തിട്ടുള്ള ആൻസർ നമുക്ക് 13 കിട്ടാതെ ഇൻറ്റീജറാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റിയില്ലെങ്കിൽ തെറ്റില്ല. പക്ഷേ നമുക്കിപ്പോൾ ഇൻറ്റീജർ അല്ലാണ്ടൊരു ആൻസറാണ് നമ്മൾ വന്നെങ്കിലോ, ഇപ്പോൾ 10.5 + 3.6, അപ്പോൾ അതൊരു ഇൻറ്റീജർ ആൻസർ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെയും ഫ്ലോട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് അപ്ലോഡ് ചെയ്യാം. ഇനി സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നേരത്തെയും കോഡ് എടുക്കുന്നതാണ്, നമുക്കൊന്നുകൂടിയും ക്ലോസ് ആയിട്ട് ഓപ്പൺ ചെയ്യാം. ഇവിടെ നോക്കാം, ഹലോ വേൾഡ് 14. നമുക്ക് നേരത്തെ 13 ആണ് കിട്ടിയത്. ഈ സെയിം ആൻസർ ചെയ്തപ്പോൾ ഇൻറ്റ് വെച്ചിട്ട്, ഇപ്പോൾ ഫ്ലോട്ട് വെച്ച് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടി. ഓക്കെ, ആൻഡ് ഇത് ഞാൻ പോയിട്ട് 13.7 ആക്കാം. നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, ഇനി സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്യാം. എന്തായി, 14.20. ഓക്കെ, ഈ സെയിം തന്നെ നമുക്ക് എവിടെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ആർഡിനോ ഐഡിയയിലാണ് ചെയ്തത്. ഇത് സെയിം തന്നെ നിങ്ങൾക്ക് എവിടെ ചെയ്യാം, ആർഡിനോ ബോർഡ് ടിങ്കർകാഡിൽ എടുത്തിട്ട് അതിലും ചെയ്യാം. സെയിം കോഡ് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇനി സ്റ്റാർട്ട് സിമുലേഷൻ കൊടുക്കുക. എന്നിട്ട് ഇവിടെ സീരിയൽ മോണിറ്റർ എന്ന് പറഞ്ഞിട്ട് താഴെ കാണാം, ഇവിടെ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഹലോ വേൾഡ് 14.20. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആർഡിനോയിലും ടിങ്കർകാഡിലും രണ്ടിലും സെയിം കോഡ് തന്നെ. നമുക്ക് ഇവിടെ ടിങ്കർകാഡിൽ ഇവിടെ സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്യണം, ആർഡിനോയില ആ കോർണറിലാണ്, അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ, സെയിം കോഡ് എല്ലാം ബാക്കിയൊക്കെ സെയിം. ഓക്കെ, നമുക്കിനി അടുത്ത ടൈപ്പ് വേരിയബിൾ നോക്കാം. അതാണ് CHAR. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആൽഫബറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്യാപിറ്റൽ സ്മോൾ ആയിട്ടുള്ള ഒരു ആൽഫബറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് ഇഷ്ടമുള്ള ഒരു വേരിയബിൾ കൊടുക്കാം. അപ്പോൾ ഞാൻ ആൽഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ആൽഫ് ഈക്വൽ. എന്നിട്ട് നമ്മൾ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ വെറുതെ നമ്പറാണ് കൊടുത്താൽ മതി, ഇൻറ്റിജർ അങ്ങനെ കൊടുക്കുമ്പോൾ. ക്യാരക്ടർ കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ സിംഗിൾ കോഡ്സിൻ്റെ അകത്ത് വേണം എന്ത് കൊടുക്കാൻ, ആ ക്യാരക്ടർ. അപ്പോൾ എനിക്കിപ്പോൾ പ്രിൻറ്റ് ചെയ്യേണ്ടത് S ആണെന്ന് വിചാരിക്കാം. അപ്പോൾ S ഞാൻ സിംഗിൾ കോഡ്സിൽ കൊടുത്തു. ഓക്കെ, ദെൻ സെമിക്കോളൻ. എന്നിട്ട് എന്ത് ചെയ്യുക, ആൽഫിൽ എന്താ ഞാൻ ഇപ്പോൾ സ്റ്റോർ ചെയ്തേക്കുന്നത്, S ആണ്. അപ്പോൾ ആൽഫ് എവിടെ കൊണ്ടുപോയി കൊടുക്കുക, ഈ serial.println ആൽഫ്. ഓക്കെ, എന്നിട്ട് നമുക്ക് സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കാം, S എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് വന്നേക്കുന്നത് കാണാം സീരിയൽ മോണിറ്ററിൽ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഞാൻ S മാറ്റിയിട്ട് P കൊടുക്കാം. ഓക്കെ,
ഇനി നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. ഇവിടെ പി വന്നു. ഓക്കെ, ഇനി ഇതേപോലെ എനിക്ക് സ്ട്രിങ് പ്രിൻറ്റ് ചെയ്യണം, അതായത് എൻ്റെ പേര് കാര്യങ്ങൾ. അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഏതാണ് ഡാറ്റ ടൈപ്പ് കൊടുക്കണതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ക്യാർ. ഓക്കെ, അപ്പോൾ സ്ട്രിങ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു പേര് കാര്യങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ പേര് ഒരു വേരിയബിളിനോട് കൊടുക്കണമെങ്കിൽ ക്യാരക്ടർ അല്ല, ക്യാർ അല്ല, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡാണ് സ്ട്രിങ്. അപ്പോൾ എസ് ക്യാപിറ്റൽ സ്ട്രിങ്, ബാക്കിയൊക്കെ സ്മോൾ, എന്നിട്ടൊരു വേരിയബിൾ നെയിം, എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ അഖിൽ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, നൗ ഇവിടെ ഒരു ചെറിയൊരു എറർ വന്നു. ബിക്കോസ് പേര് ഞാൻ കൊടുക്കുമ്പോൾ സിംഗിൾ കോഡ്സ് അല്ല ഡബിൾ കോഡ്സിൻ്റെ അകത്ത് കൊടുക്കണം. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ഈ സീരിയൽ മോണിറ്റർ എടുത്ത് നോക്കാം, അവിടെ അഖിൽ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇതൊക്കെ ഞാനിപ്പോൾ എഴുതിയേക്കുന്നത് എവിടെയാണ്? വോയിഡ് സെറ്റപ്പിൻ്റെ അകത്താണ്. അപ്പോൾ ഇത് വോയിഡ് ലൂപ്പിൽ എഴുതുന്നത് സംഭവിക്കും. നമുക്ക് നോക്കാം. സീരിയൽ ഡോട്ട് ബിഗിൻ അത് വോയിഡ് സെറ്റപ്പ് തന്നെ എഴുതിയാൽ മതി, കാരണം ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി. മറ്റേത് എവിടെ ചെയ്യാം? നമുക്ക് വോയിഡ് ലൂപ്പിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഇത് ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ആൻഡ് ഇവിടെ ഈ LN ഉണ്ടല്ലോ, അത് ഞാൻ മാറ്റി എന്ത് സംഭവിക്കും? അത് സിംഗിൾ ലൈനിൽ പ്രിൻറ്റ് ചെയ്ത് പോകും. ഓക്കെ, കണ്ടോ, ആ ഒരൊറ്റ ലൈനിൽ പ്രിൻറ്റ് ചെയ്ത് അങ്ങനെ പോകും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് എന്താണ്, അത് വെച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എങ്ങനെ ചെയ്യാം, സീരിയൽ മോണിറ്റർ എന്താണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം.